ഒരു പുരുഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എന്റെ വിജയത്തിന് പിന്നിലുള്ള പുരുഷൻ എന്റെ ഭർത്താവായ അഭിറാമാണെന്ന് ഞാൻ ഇവിടെ അഭിമാനത്തോടെ പറയുകയാണ്. ചിലരൊക്കെ അതറിയാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. നീ ആര്? നിന്റെ പിന്നിൽ ആരാ ഉള്ളത്? നിനക്കെന്താ ഇത്ര ധൈര്യം? നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഒരു മറുപടിയാണ്. എന്റെ ഭർത്താവ് അഭിറാം. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് എന്റെ ഗാർഡിയൻ അദ്ദേഹമാണ്. എന്റെ ബലവും എന്റെ ധൈര്യവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അതേപോലെ എന്റെ അനിയനും എന്റെ അനിയത്തിയും. വളരെ അഭിമാനത്തോടെയും എന്റെ മനസ്സുകൊണ്ടും പറയാ, എന്റെ അനിയൻ രവി, എന്റെ അനിയത്തി പത്മ, അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നെ അവർ പിന്താങ്ങി. രവിയും പത്മയും സ്വന്തം സഹോദരങ്ങളല്ലെങ്കിൽ പോലും അവരെന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അന്യരെ പോലെ പരിചയപ്പെട്ട് സ്വന്തക്കാരെക്കാളും പ്രിയപ്പെട്ടവരായി. നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ ജയിച്ചു പോയില്ലേ, ഇനി നമ്മളിതൊക്കെ സഹിച്ചേ പറ്റൂ. പിന്നെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെല്ലാവരെയും ചതിച്ചിരിക്കുക. എനിക്ക് അർഹതപ്പെട്ട ഒരു വിജയമല്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പരിക്കുകളൊന്നുമില്ല. എന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പരിക്കുകള് വെറും കള്ളമാണ്. എനിക്കെതിരെ മത്സരിച്ച ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരീരബലവും പണത്തിന്റെ ബലവും ഉള്ള ആളാ. അയാള് നിങ്ങൾക്കെല്ലാം കാശ് തന്നു, മദ്യം വാങ്ങി തന്നു, ബിരിയാണി വാങ്ങി തന്നു. പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കുള്ള നല്ല ഗുണവും ആത്മാഭിമാനവും അത് ഉപയോഗിക്കാമെന്നാ ഞാൻ കരുതിയത്. കൂടെ ജോലി ചെയ്യുന്ന നിങ്ങൾ എന്നോട് സഹതാപം കാണിച്ച ആദരവ് കിട്ടാൻ വേണ്ടി ഞാനിപ്പോ പരിക്ക് പറ്റിയതുപോലെ നാടകം കളിച്ചതാ. ഇത് ഈ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല ചെയ്തത്. നിങ്ങൾ ഓരോരുത്തരും ജയിക്കാൻ വേണ്ടി ചെയ്തതാ ഇത്. ഈ
മത്സരത്തിൽ ജയിച്ചത് ഞാൻ മാത്രമല്ല, നിങ്ങളും കൂടിയാ. എനിക്കെതിരെ മത്സരിച്ച അദ്ദേഹം തന്ന എല്ലാ വാഗ്ദാനങ്ങളും നിരസിച്ച് ആത്മാഭിമാനത്തെ നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയുള്ള നിങ്ങളെ പറ്റിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഈ വിജയം ഞാൻ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ രാജിവെക്കുകയാണ്. വീണ്ടും തെരഞ്ഞെടുപ്പുകൾ നടത്തി ഒരു ലീഡറെ തിരഞ്ഞെടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ രാജിയൊന്നും വെക്കണ്ട. നിങ്ങളാണ് ഞങ്ങളുടെ ലീഡർ. നീ ഞങ്ങളെ ഒന്നും ചതിച്ചിട്ടില്ല മോളെ, ഞങ്ങളുടെ കണ്ണുകളാ തുറന്നത്. ഞങ്ങൾക്ക് നല്ലതുണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ ലീഡർ ആയിരിക്കണം. അതെ അതെ, വീണ്ടും തെരഞ്ഞെടുപ്പൊന്നും വേണ്ട. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കൈ ഉയർത്തി കാണിക്കാം. കൈ ഉയർത്തിക്കേ. യൂണിയൻ ലീഡർ വസുന്ധര സിന്ദാബാദ്. 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 യൂണിയൻ ലീഡർ വസുന്ധര സിന്ദാബാദ്. ഇഡിയറ്റ്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ ചെയ്തത്? തോറ്റു പോയത് നീ അല്ല, ഞാനാടോ. താൻ ഞങ്ങളിങ്ങനെ ഡിസപ്പോയിന്റ് ആക്കിയില്ലേ? സോറി സർ, ലാസ്റ്റ് മിനിറ്റിൽ അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവരെ കുറച്ച് കാണരുതെന്ന് പറഞ്ഞതല്ലേ? യൂസ്ലെസ് ഫെല്ലോ. ലീഡർ ആയിരിക്കാൻ മാത്രമല്ല, വർക്കർ ആകാൻ പോലും തനിക്ക് യോഗ്യതയില്ല. താൻ കാരണം ഞങ്ങളാ ഇൻസൾട്ട് ആയത്. ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കും മാഡം. എന്തോന്ന് ഒരു തവണയെന്ന്? അടുത്ത 2 വർഷത്തേക്ക് അവള് തന്നെയായിരിക്കും യൂണിയൻ ലീഡർ. അതുവരെ ഈ ഫാക്ടറിയില് ഞാനും നീയൊക്കെ ഉണ്ടായിരിക്കുന്ന ആർക്കറിയാം? തന്നെ വിശ്വസിച്ച് നമ്മുടെ സമയം വേസ്റ്റായി, കാശും വേസ്റ്റായി. ഇറങ്ങി പോടോ. എന്തിനാണ് അയാൾ അങ്ങനെ വഴക്ക് പറയുന്നത്? എന്തായിട്ടാ ഈ പറയുന്നേ? ഈ 2 വർഷം അവർ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കോ? വർക്കേഴ്സിനെ അവരുടെ സൈഡിലാക്കി നമ്മളെ താറടിക്കോ? അവര് ഫാക്ടറിയെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടും. വസു അങ്ങനെ ഒരാളല്ലടാ. ഫാക്ടറി അടച്ചു പൂട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരല്ലേ കഷ്ടപ്പെടുന്നേ. വർക്കേഴ്സിന്റെ നല്ലതിനു വേണ്ടിയാണ് ലീഡർ ആയെന്നല്ലാതെ നമ്മളോട് പ്രതികാരം ചെയ്യാനൊന്നും അവക്കാവില്ല. ഇങ്ങനെ അവർക്ക് ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എന്നിട്ട് ഇലക്ഷനിൽ അവർ എന്ത് ചെയ്തു? ചീറ്റ് ചെയ്താ ജയിച്ചത്. നമ്മൾ ചെയ്ത പിന്നെ എന്താണ് കാർത്തിക? യൂണിയൻ ലീഡറിനെ കൊണ്ട് വർക്കേഴ്സിന് എല്ലാവർക്കും കൈക്കൂലി കൊടുത്തില്ലേ? അവർക്ക് ഭക്ഷണവും മദ്യവും പണവും കൊടുത്ത് പേടിപ്പിച്ച് സ്വാധീനിച്ചില്ലേ? അങ്ങനെയല്ലേ വോട്ട് വാങ്ങിയേ? ആ പ്രവർത്തിക്ക് എന്താ പേര്? ഓ, നീ ഇത് കേട്ടോ അഖിൽ? നിന്റെ ചേട്ടൻ എന്താ പറയുന്നേന്ന്? ശരിയാ ഭാസ്കരേട്ടാ, ഒരു കാര്യം ചെയ്യാം. ഫാക്ടറി അവർക്ക് എഴുതി കൊടുക്കാം. ഞങ്ങളും ഞങ്ങളുടെ പങ്ക് എഴുതി കൊടുത്തേക്കാം. എന്നിട്ട് വീട്ടിലേക്ക് പോയി ഭജനയും പാടിക്കൊണ്ട് അവിടെ ഇരിക്കാം.
നമുക്ക് എന്തിനാ ഈ ഫാക്ടറിയും ഇലക്ഷനും ഒക്കെ? ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിന്നാ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല അഖിൽ. വളരെ വൈകാതെ നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കില്ല. ഞാൻ പോവാ വിട്. കാർത്തിക നിക്ക്, കാർത്തിക എന്താ ഏട്ടായി കാണിച്ചേ? അവക്ക് ഹേർട്ടായി. അതിന് ഞാൻ എന്താടാ ചെയ്തേ? നമ്മൾ ചീറ്റ് ചെയ്ത പോലെ വസുവും തിരിച്ച് ചീറ്റ് ചെയ്തു. പക്ഷെ അവൾ ആ കാര്യം എല്ലായിടത്തും തുറന്നു പറഞ്ഞു. ഇവിടെ ഉള്ളവർ അവളെ ലീഡർ ആക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചതാണോ തെറ്റ്? അവൾ ലീഡർ ആയിരിക്കുന്നത് നമുക്ക് തന്നെയായിരിക്കും കുഴപ്പം. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തിനാണാവോ ഇവരുടെ ഒരു പേടിയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും ചേർന്ന് കഠിനമായി അധ്വാനിച്ച് ഈ ഫാക്ടറിയെ ലാഭത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ ലാഭത്തെ നമുക്കെല്ലാവർക്കും പങ്കുവയ്ക്കാം. ആദ്യം ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്കും. ആ പഴയ ലീഡർ വാങ്ങിത്തന്ന മദ്യത്തിനും തന്ന ബിരിയാണിക്കും തന്ന കാശിനൊക്കെ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ പോയതാ മോളെ. അവസാന നിമിഷം ദൈവത്തെ പോലെ നീ വന്ന് രക്ഷിച്ചു. ഇത്രയും കാലമായിട്ട് അയാൾ ഞങ്ങൾക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാരണമെങ്കിലും ഞങ്ങൾക്കിനി നല്ലതുണ്ടാവണം. നീ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ജീവിതം ഞങ്ങളോട് കൂടി അവസാനിക്കും. ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാകണം. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും മോളെ. ഞങ്ങൾ നിന്റെ ഒപ്പം തന്നെയുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് വസുന്ധര. താങ്ക് യു. എല്ലാരും ഇവിടെ നിന്ന് പോയി ഏട്ടാ. ഇപ്പൊ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴെങ്കിലും ചെന്ന് ചേച്ചിയോട് ഒരു കൺഗ്രാറ്റ്സ് പറയട്ടാ. ചെല്ല അഭിയേട്ടാ, ചേച്ചിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് സ്വീറ്റ്സ് എടുത്ത് കൊടുക്ക്. വെറും കൈയോടെ പോയ അവൾ എന്താ വിചാരിക്ക? അതല്ലേ സ്റ്റേജില് ബൊക്കയും മാലയൊക്കെ കൊടുത്ത് ചേച്ചിയെ ആദരിച്ചില്ലേ ചേട്ടാ? അത് ഫാക്ടറിക്കാർ കൊടുത്തത്. ഞാനും അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പെട്ടെന്ന് ഇപ്പൊ എന്താ കൊടുക്കാൻ പറ്റുക അഭിയേട്ടാ? പുറത്തു പോയി വാങ്ങിട്ട് വരാനാണെങ്കിൽ സമയം എടുക്കുമല്ലോ. പോ അഭിയേട്ടാ. അങ്ങനെ അല്ല പത്മ. ചെല്ല് ചേട്ടാ, അങ്ങോട്ട് ചെല്ല്. കൺഗ്രാറ്റുലേഷൻസ് ഏട്ടാ. വാ തുറക്ക്. എന്താണോ ഇത്? കൺഗ്രാറ്റുലേഷൻസ് പറയേണ്ടത് ഞാനാണ്, സ്വീറ്റ്സ് വാങ്ങിച്ചു തരേണ്ടത് ഞാനാണ്. ഏട്ടൻ പറഞ്ഞത് വേറെ, ഞാൻ പറഞ്ഞത് വേറെയാണോ? നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? വാ തുറക്ക്. ഞാൻ തനിക്ക് എന്ത് സപ്പോർട്ട് തന്നിട്ടാ സ്റ്റേജിൽ കയറി നിന്നോണ്ട് എന്നെ പുകഴ്ത്തി സംസാരിച്ചത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും താനാണ് പിടിവാശിയോടെ മുന്നോട്ട് പോയത്, വാശിയോടെ പോരാടിയത്, ഫൈറ്റ്. എന്തുണ്ടെന്നാ? ഏട്ടൻ എനിക്ക് തരാൻ പറ്റുന്ന ഒന്നുണ്ട്. ഞാൻ സത്യാ പറയുന്നത്, എന്റെ ഇപ്പൊ ഒന്നുമില്ല. ഏട്ടൻ കള്ളം പറയാ. പ്രോമിസ്. ഞാൻ തനിക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ടില്ല. ഏട്ടൻ വാങ്ങിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല.
അത് എപ്പോഴും ഏട്ടന്റെ പിന്നിൽ തന്നെയുണ്ട്. അതെന്താ? ഏട്ടന്റെ 2 കൈകൾ. കൈകളോ? അതൊന്ന് നീട്ടിക്കേ. എന്തിന്? അത് നീട്ടാനല്ലേ പറഞ്ഞേ? ശുദ്ധ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് വിചാരിക്കരുത്. ഏട്ടനെ ആലിംഗനം ചെയ്യുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളത്? ഈ ആലിംഗനം എനിക്ക് കൊഹിനൂർ വൈഡൂര്യം പോലെയാ. കഷ്ടപ്പാടായിരുന്നാലും സന്തോഷമായിരുന്നാലും എപ്പോഴും എന്റെ കൂടെ തന്നെയുള്ള ഏട്ടന്റെ തുണ മാത്രം മതി. താങ്ക് യു വസുന്ധര. ഐ ആം ഓൾവേസ് വിത്ത് യു, എവർ ആൻഡ് ഫോറെവർ. എന്തു പറ്റി അഖിൽ? ഇളയമേ, ഇളയമേ, എന്താടാ കൊച്ചുമോനെ? ഇവിടുന്ന് ഈ സ്വീറ്റ് ബോക്സ് ആരാ വാങ്ങിക്കൊണ്ടുവന്നേ? തെരഞ്ഞെടുപ്പില് ബസ് ജയിച്ചതല്ലേ? എന്താന്ന്? ബസ് ജയിച്ചതിന് ഭാവന വാങ്ങിച്ചോണ്ട് വന്നതാ. വീട്ടില് വേറെ എന്തൊക്കെ ചെയ്തു? ബസ് ജയിക്കാൻ വേണ്ടി രാവിലെ മുതൽ നിന്റെ അമ്മയും ഭാവനയും മൗനവ്രതവും ഉണ്ണാവ്രതവും ഒക്കെ ഇരുന്നതാ. അപ്പോ ഞങ്ങൾ തോറ്റു പോയതിന് നിങ്ങൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഇവിടെ ആഘോഷിക്കായിരുന്നു അല്ലേ? നിങ്ങൾ എങ്ങനെയാടാ തോറ്റുപോന്നേ? ആ യൂണിയൻ ലീഡറല്ലേ തോറ്റുപോയത്? അവൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നത്. അവൻ തോറ്റ ഞങ്ങൾ തോറ്റ പോലെയാ. ഇത് കൊള്ളാലോ അഖിൽ. നമ്മുടെ എതിരാളികൾ വേറെ എവിടെയുമല്ല, കൂടെ തന്നെയുണ്ട്. ഫാക്ടറിയില് അഭിയും വസുവിന്റെയും രൂപത്തില്, വീട്ടിലാണെങ്കിൽ അമ്മയും ഭാവന എടുത്തയുടെയും രൂപത്തില്. എല്ലാം നമ്മൾ കാരണമാണെന്ന് വിചാരിക്കുന്നതും ഇനി നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നതും വേസ്റ്റ് ആണ്. ഈ കാരണം പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയാൽ എനിക്ക് സമാധാനമായിട്ടിരിക്കുമായിരുന്നു. എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടനും ഏടത്തിയും ആ ബസുവിന്റെ സൈഡിലായിരിക്കും അല്ലേ?
ഏയ് ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തെ വിളിച്ച് ചോദിക്കും. ആ ഭാവനെ, ഭാവനെ. നീയും അമ്മയൊന്ന് വിളിക്ക് അഖിൽ. അമ്മേ, അമ്മേ. എന്താ? നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? വസു ജയിക്കണമെന്ന് പറഞ്ഞ് മൗനവ്രതോ നിരാഹാരമൊക്കെ ഇരിക്കാണോ നീ? എന്നിട്ട് മധുരം വിളമ്പോ അല്ലേ? അതിലെന്താ തെറ്റേട്ടാ? വസു എന്റെ ബന്ധുവാ, എന്റെ അനിയത്തി. അവള് ജയിക്കണോന്ന് എനിക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചൂടാ? ജയിക്കുമ്പോ അതെന്തുകൊണ്ട് ഞാൻ ആഘോഷിച്ചൂടാ? അവള് ജയിച്ചതേ ഞങ്ങൾ എതിർത്തിട്ടാ. ഞങ്ങൾ തോറ്റുപോയി. അതെന്താ അങ്ങനെ പറഞ്ഞേ? തോറ്റുപോയത് ആ യൂണിയൻ ലീഡർ അല്ലേ? അവനെ ഞങ്ങളാ സപ്പോർട്ട് ചെയ്തേ. അത് കൊള്ളാലോ. ഏതോ ഒരു അന്യന് നിങ്ങൾ എന്തിനാ സപ്പോർട്ട് ചെയ്തത്? അയാള് തോറ്റുപോയെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നമ്മുടെ വസു ജയിച്ചെന്നും പറഞ്ഞ് സന്തോഷിക്കാൻ നോക്ക്. ഏട്ടത്തിക്ക് പറഞ്ഞു കൊടുക്കാൻ ഏട്ടൻ മറന്നുപോയെന്നാ തോന്നുന്നേ. ഏട്ടത്തിക്ക് ഇപ്പോഴും അവര് നമ്മുടെ കുടുംബമെന്നാ വിചാരം.